ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ മുംബൈ എത്തി. ഏർലി മോർണിംഗ് മുംബൈ ആണ് ഇപ്പോൾ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. എനിക്ക് ലാൻഡിങ് സമയത്ത് ചെവി ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മളിതേ ലാൻഡ് ചെയ്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചെന്നൈ ആയ കാരണം നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ പോകണം മുംബൈയിൽ. അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതിലാണ്. നമ്മുടെ ബാഗേജൊക്കെ നമ്മൾ അവിടെ കൊടുത്ത് പിന്നെ നമ്മളൊരു ബസ്സിൽ തന്നെയാണ് അവർ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. അതിൻ്റെ ബിറ്റ്സൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര ടയേർഡായി. പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോഴേക്കും ഭയങ്കര ടയേർഡായി പോയി ഞാനും അമ്മയും എൻ്റെ ഹസ്ബൻഡും. അങ്ങനെ നമ്മളുടെ ചെന്നൈ എത്തി. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. ചെന്നൈ എയർപോർട്ടിലൊരു ബിഗ് നടരാജ വിഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ചയൊക്കെ ആയി. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ തിരുപ്പതിക്ക് പോകണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിരുപ്പതിൻ്റെ ക്ലിപ്സൊന്നും എൻ്റെ കയ്യിലില്ല. നമ്മൾ ഫോണൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ തിരുപ്പതി ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവാണ് ചെയ്തത്.